നമസ്കാരം, ഫെലിസിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു മൊബൈലിലെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ചെറിയൊരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നാം എല്ലാവരും കാൽക്കുലേറ്റർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. കാൽക്കുലേറ്റർ ഉപയോഗിക്കാത്ത ആരും തന്നെ ഇന്നുണ്ടാവില്ല. പല കണക്കുകളും കൂട്ടാനും കിഴിക്കാനും എല്ലാം നാം കാൽക്കുലേറ്റർ ഉപയോഗിക്കാറുണ്ട്. ഓഫീസിലിരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് കാൽക്കുലേറ്റർ, അതായത് ഒറിജിനൽ കാൽക്കുലേറ്ററായിട്ട് തന്നെ കയ്യിലുണ്ടാവും, അത് ഉപയോഗിക്കാം. പക്ഷേ പുറത്ത് യാത്രയിലോ അല്ലെങ്കിൽ മറ്റു സമയങ്ങളിലോ അല്ലെങ്കിൽ ഒരു പക്ഷേ ഓഫീസിൽ തന്നെ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് തന്നെ അധികം ആളുകളും ഉപയോഗിക്കാറ് മൊബൈലിലെ കാൽക്കുലേറ്റർ ആണ്. സാധാരണ ഒറിജിനൽ കാൽക്കുലേറ്ററിൽ നിന്നും ചില പ്രത്യേകതകൾ മൊബൈലിലെ കാൽക്കുലേറ്ററിനുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മൊബൈലിലെ കാൽക്കുലേറ്റർ, ഈ മൊബൈലിലെ കാൽക്കുലേറ്ററിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് നാം രണ്ട് ചിഹ്നങ്ങൾ ഒരുമിച്ച് കൊടുക്കേണ്ടി വന്നാൽ, അത് പ്ലസ്സും അതുപോലെ തന്നെ അത് ഇൻറ്റുവും കൊടുക്കേണ്ടി വന്നാൽ, അത് ഒരുമിച്ച് കൊടുത്താൽ ഒരു പക്ഷേ ഇതിൻ്റെ ഉത്തരം ശരിയായിക്കൊള്ളണമെന്നില്ല. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് 2+1 ഇൻറ്റു 2, ഇവിടെ ആൻസർ വന്നത് 4 ആണ്. സത്യത്തിൽ 2+1 3, 3 ഇൻറ്റു 2 6 അതിൻ്റെ ആൻസർ. ഇവിടെ വന്നത് 4 ആണ്. അപ്പം ഇങ്ങനെ രണ്ട് ചിഹ്നങ്ങൾ ഒരുമിച്ച് കൊടുക്കേണ്ട ഘട്ടത്തിൽ കാൽക്കുലേറ്ററിൽ, അതായത് മൊബൈലിൽ ചെയ്യുമ്പോൾ 2+1 ഇത് ഈക്വൽ ചെയ്യുക. ഈക്വൽ കൊടുത്തിട്ട് പിന്നെ ഇൻറ്റു 2 എന്ന് കൊടുത്താൽ കറക്റ്റ് ആൻസർ കിട്ടും, 6 എന്ന് കിട്ടും. ഇനി ഇത് വളരെയധികം ശ്രദ്ധിക്കണം, കാരണം ഒരേ ചിഹ്നം കൊടുത്താൽ നമുക്ക് ഉത്തരം ശരിയായിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കുറേ വലിയ എമൗണ്ടുകൾ ഇൻറ്റു 36 ഇങ്ങനെ കൊടുത്തു. ഇനി വേറൊരു എമൗണ്ട് ഇൻറ്റു ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ ഫിഗർ, അതായത് ഇതിന് കിട്ടിയ ആൻസർ നമ്മുടെ ഓർമ്മയിൽ വേണം എന്നുണ്ടെങ്കിൽ ഇത് ആ ആൻസറിന് മുകളിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ കോപ്പി എന്ന ഓപ്ഷൻ കാണാം. അത് കോപ്പി ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് മറ്റുള്ള കാൽക്കുലേഷനുകളെല്ലാം കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഡിവൈഡ് ചെയ്യാനോ മറ്റെല്ലാം കഴിഞ്ഞ ശേഷം ഈ ആൻസറിൽ നിന്ന് മറ്റേ ആദ്യം കിട്ടിയ ആൻസർ ആഡ് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇത് ഈക്വൽ ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? പ്ലസ് ആണെങ്കിൽ പ്ലസ് കൊടുക്കാം. എന്നിട്ട് ഈ ലൈനിൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ പേസ്റ്റ് എന്ന ഓപ്ഷൻ കാണാം. പേസ്റ്റ് എന്ന് കൊടുത്താൽ ആ എമൗണ്ട്, നമുക്ക് നേരത്തെ കിട്ടിയ എമൗണ്ട് അവിടെ വരികയും അതിൻ്റെ ആൻസർ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇനിയിപ്പോൾ മുഴുവനായിട്ട് കോപ്പി ചെയ്യണമെങ്കിൽ അങ്ങനെയും കോപ്പി ചെയ്യാം. ഇപ്പോൾ ഈ ഇൻറ്റു 3 ഇങ്ങനെ ഇത് മുഴുവനായിട്ട് കോപ്പി ചെയ്യണമെങ്കിൽ അത് പ്രസ് ചെയ്ത് പിടിച്ചാൽ ഇത് താഴേക്ക് അങ്ങനെ സ്ക്രോൾ ചെയ്താൽ അത് മുഴുവനായിട്ടും കോപ്പി ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിനു മുമ്പ് ചെയ്ത കാൽക്കുലേഷനുകൾ അറിയണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ ചെക്ക് ചെയ്യണോ അല്ലെങ്കിൽ പരിശോധിക്കാനോ മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ ആ ഡിജിറ്റ് നമുക്ക് അറിയാനോ അല്ലെങ്കിൽ അതിന് കിട്ടിയ ആൻസർ നോക്കണമെങ്കിൽ ഈ മുകളിൽ നിന്നും താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനു മുമ്പ് ചെയ്ത കാൽക്കുലേഷനുകളെല്ലാം ഇതിലിങ്ങനെ കാണാം. ഇതിൽ ദിവസം സഹിതം കാണാം. ഇതെല്ലാം ടുഡേ എന്ന ലൈനിൽ താഴെയാണ്. ഇതെല്ലാം ഇന്ന് ചെയ്തതാണ് നമ്മൾ. ഇനി ഇന്നലെ ചെയ്തതൊന്ന് പരിശോധിക്കണമെങ്കിൽ ഇന്നലെ ചെയ്തത് കാണാം. ഇനി ഈ മറഞ്ഞിരിക്കുന്ന സാധനത്തെ അങ്ങോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ, ഇടത്തോട്ട് സ്ക്രോൾ ചെയ്താൽ അത് എത്ര കൊടുത്തോ അതെല്ലാം അവിടെ ഇങ്ങനെ കാണാം. അതുപോലെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഹിസ്റ്ററി, ഒരുപാട് നേരത്തെ മുതലുള്ള ഹിസ്റ്ററികൾ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയും. 5 days ago, ഓരോന്നിനും ഓരോ ദിവസവും ചെയ്ത് വേറെ വേറെ തന്നെ 6 days ago ലൈനിൽ തന്നെ കാണാം. 19 November അങ്ങനെ ഡേറ്റ് സഹിതം ഇതിൽ കാണാൻ കഴിയും. ഇനിയിപ്പോൾ ഇതിൽ നിന്നും എന്തെങ്കിലും ഒരു ഡിജിറ്റ് നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ അവിടെ ഇത് പ്രസ് ചെയ്ത് പിടിച്ചാൽ ആ എമൗണ്ട് നമുക്ക് കോപ്പി ചെയ്യാം. അല്ലെങ്കിൽ ഈ ഇതിലേക്ക് നമുക്ക് വീണ്ടും പോകണമെങ്കിൽ അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്താൽ നമ്മൾ ആ കാൽക്കുലേഷനിലേക്ക് തിരിച്ചു പോകാനും കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, വളരെ ചെറിയ കാര്യമാണെങ്കിലും ഉപകാരപ്പെടുന്ന ഒന്നാണ് എന്ന് അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി.